നമ്മുടെയൊക്കെ തന്നെ ആഗ്രഹം അത് വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഫുട്ബോളിന് ഒരു സുവർണ കാലഘട്ടം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് കേരള ഫുട്ബോൾ മിഷൻ 2035 ലക്ഷ്യം. 4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കണമെന്ന് അന്നത്തെ കേരള ഫുട്ബോൾ അസോസിയേഷൻ അതിൽ ഏറ്റവും താല്പര്യം പ്രകടിപ്പിച്ചത് ശ്രീ നവാസ് മീരാനായി. വലിയ എതിർപ്പായിരുന്നു ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നത്. ആ സമയങ്ങളിൽ കായിക വകുപ്പ് ഇത്തരത്തിൽ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന അവസരത്തിലാണ് ഈ എതിർപ്പുകളൊക്കെ ഉണ്ടായത്. ബഹുമാനപ്പെട്ട നവാസ് മീരാനോട് പേഴ്സണലായി തന്നെ നമ്മളെടുത്ത് പറഞ്ഞു, കേരളത്തിൽ ഫുട്ബോൾ ലീഗുകൾ ആരംഭിക്കാൻ പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സ്പോർട്സ് കോൺക്ലേവ് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ മാത്രം ക്രിക്കറ്റ് ലീഗുകൾ ആ സമയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ക്രിക്കറ്റ് ലീഗുകൾ ആരംഭിക്കണം, ഫുട്ബോൾ ലീഗുകൾ ആരംഭിക്കണം, അതോടൊപ്പം തന്നെ കോളേജ് ലീഗ് മത്സരങ്ങൾ ആരംഭിക്കണം എന്നതായിരുന്നു ഞങ്ങൾ ലക്ഷ്യം വെച്ചു. ഇന്ന് ഈ 3 കാര്യങ്ങളും സാധ്യമായിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യത്തിനനുസൃതമായി തന്നെ ഏറ്റവും നല്ല രീതിയിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിനെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളെ താരതമ്യം ചെയ്യുമ്പോൾ കേരള ഫുട്ബോൾ ലീഗിന് എനിക്ക് തോന്നുന്നു ISL-നേക്കാൾ ജനപ്രീതി നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണുള്ളത്. ആ രീതിയിലേക്കാണ് നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ 4000 കോടി രൂപ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെലവഴിച്ചിട്ടുണ്ട്. മറ്റെല്ലാ വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിലും എടുത്തു പറയാൻ കഴിയുന്നത് കായിക രംഗത്തുണ്ടായിട്ടുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസനം അത് ദേശീയ തലത്തിൽ തട്ടി നോക്കുമ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ പണം ഇന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിച്ചു. ഇവിടെ അതിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത് ചെറുതും വലുതുമായിട്ടുള്ള 400 സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിച്ചു. മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് 2 സിന്തറ്റിക് ട്രാക്കുകൾ മാത്രമാണ്. ഇപ്പം 26, 4 പൂർത്തീകരണത്തിൽ പോകുന്നു. അപ്പോൾ അടുത്ത 2 മാസത്തിനകം തന്നെ 30 സിന്തറ്റിക് ട്രാക്കുകളുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 400ഓളം വരുന്ന ചെറുതും വലുതുമായുള്ള കളിക്കാർ, അതിൽ 32 വൻകിട ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റേഡിയങ്ങളാണ് നിർമ്മിച്ചത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓരോ ഇൻഡോർ സ്റ്റേഡിയം അടക്കമുള്ള കായിക സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയും. അതിൽ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ IM വിജയൻ്റെ പേരിലുള്ള ഇൻഡോർ സ്റ്റേഡിയം, അതോടൊപ്പം തന്നെ ഫുട്ബോൾ ടർഫ് നമ്മൾ ഉദ്ഘാടനം. ഇനി പത്തനംതിട്ട, അതോടൊപ്പം തന്നെ വയനാട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ കാസർഗോഡ് തുടങ്ങിയിട്ടുള്ള സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇതൊരു ഗവൺമെൻറ് നേട്ടങ്ങൾക്കപ്പുറം കായിക മേഖലയ്ക്ക് വരാൻ പോകുന്ന ലോകത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന പുതിയ കാലഘട്ടത്തിൽ ആവശ്യമായുള്ള മാറ്റങ്ങൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഞാൻ കടക്കുന്നത്. 2023 അന്താരാഷ്ട്ര സ്പോർട്സ് കോൺക്ലേവിൽ
ഫുട്ബോൾ അസോസിയേഷൻ, ക്രിക്കറ്റ് തുടങ്ങിയിട്ടുള്ള 52 അസോസിയേഷനുകൾ, 21 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള പ്രതിനിധികളും പങ്കെടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു കായിക നയം രൂപീകരിക്കാൻ നമ്മൾ തീരുമാനിക്കുകയും 2023 കേരളത്തിന് രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം നമ്മൾ കൊണ്ടുപോകും. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ഔദ്യോഗികമായി തന്നെ നമ്മൾ ക്ഷണിക്കുകയും കായിക നയം വിവരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ന് കേന്ദ്രത്തിൽ പുതിയ കായിക നയം രൂപീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ കായിക നയം എടുത്തു നോക്കിയാൽ ഒരേപോലെ തന്നെയാണ് അതുണ്ടാക്കിയത്. ചെറിയ കേന്ദ്ര നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി മാറേണ്ട പല കാര്യങ്ങളുണ്ടായി സ്പോർട്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന് ലാൻഡ് സീലിംഗ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഇരിക്കുക, അത് എക്കാലത്തും ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നമാണ്. ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം വലിയ അളവ് വരെ ഭൂമി കൈവശം വെക്കാനുള്ള നിയമം കേരളത്തിൽ അടിസ്ഥാനപരമായി അതിന് മാറ്റമുണ്ടാകും. 2024 ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം നിർമ്മാണം നടത്തുകയും ഇന്ന് അത് പ്രാബല്യത്തിൽ വരുന്നു. ഇനി ഏത് സംഘടനക്കും എത്ര സ്റ്റേഡിയം വേണമെങ്കിലും നിർമ്മിക്കാൻ അതിന് പ്രത്യേകം അനുമതിക്കായി അപേക്ഷിച്ചാൽ സർക്കാർ ഒരു മടിയും കൂടാതെ അത്തരം സ്റ്റേഡിയങ്ങൾക്ക് നിർമ്മാണ അനുമതി നൽകും. അല്ലെങ്കിൽ 15 ഏക്കറിലധികം സ്ഥലം കൈവശം വെച്ചാൽ ബാക്കിയുള്ള അതിലധികം വരുന്ന ഭൂമി സർക്കാർ പിടിച്ചെടുക്കുന്ന ഒരു രീതിയായിരിക്കും. പക്ഷേ ഇന്ന് അത് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആക്ടിലും റോഡിലും ഇതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തി. സംസ്ഥാന കായിക അസോസിയേഷൻ്റെ പ്രവർത്തനം ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി, അതോടൊപ്പം തന്നെ കായിക വകുപ്പിൻ്റെ സെക്രട്ടറി ഒരാളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്ത് കായിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ സംസ്ഥാനത്ത് കായിക പ്രവർത്തനങ്ങൾക്കുള്ള പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഹെഡ് അതായത് കായിക ഡയറക്ടറായി. അതിൻ്റെ താഴെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ജില്ലയ്ക്ക് താഴെ പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണം 830 പഞ്ചായത്തുകളിൽ ഇപ്പോൾ നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ആ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയും കായിക രംഗത്ത് ലോകത്ത് നടക്കുന്ന എല്ലാ പുതിയ സംഭവവികാസങ്ങളെയും ഒത്തുണക്കിക്കൊണ്ടുള്ള സ്പോർട്സ് പ്ലാനിങ്ങിനെ ഘട്ടഘട്ടമായി പഞ്ചായത്തിൽ വരെ എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തത്. ഇതിനാവശ്യമായുള്ള നിയമങ്ങളിൽ ഇപ്പോൾ മാറ്റം വരുത്തി അത് നമ്മൾ അതിന് പരിശീലകർ നിയമിക്കാൻ ഓരോ പഞ്ചായത്തിൽ 5 പരിശീലകരെ വരെ നിയമിക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട നവാസ് മീര ഇവിടെ അതേക്കുറിച്ച് വിഷൻ 35 പറയുന്ന ചില കാര്യങ്ങൾ, പുതിയ തൊഴിലവസരങ്ങളെക്കുറിച്ചും ആ ശമ്പളത്തെക്കുറിച്ചും അറിയുന്നു. ഇതാണ് കേരളം മുന്നോട്ട് വെച്ച സ്പോർട്സ് എക്കോണമി. 2023 അന്താരാഷ്ട്ര കോൺക്ലേവ് നടന്ന സമയത്താണ് നമ്മൾ സ്പോർട്സ് എക്കോണമി പരിചയപ്പെടുത്തുന്നത്. ആ സ്പോർട്സ് എക്കോണമിയിൽ നമ്മൾ വിഭാവനം ചെയ്ത് 10,000 പുതിയ തൊഴിലവസരങ്ങൾ ഇതിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിലേറ്റവും ഉയർന്ന തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോലും ലഭ്യമല്ലാത്ത സ്വീകാര്യത ഇന്ത്യയിൽ സ്പോർട്സ് എക്കോണമിക്ക് ലഭ്യമാകുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. മറ്റൊന്നുമല്ല, ഈ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ വരും. പുതിയ ടെക്നീഷ്യൻസ്, ഗ്രൗണ്ട് സ്റ്റാഫുകൾ, കോച്ചസ് തുടങ്ങി എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ വരുമ്പോൾ കൂടുതൽ ആളുകൾ കായിക മേഖലയെ ആശ്രയിക്കുകയും അവർക്ക് മറ്റുള്ള എല്ലാ സെക്ടർ പോലെ തന്നെ തൊഴിലവസരങ്ങൾ ലഭ്യമാവുകയാണ്. അവിടെയാണ് സ്പോർട്സ് എക്കോണമി വിജയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്പോർട്സ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഒരു പത്രസുഹൃത്ത് എന്നെ ക്ഷണിച്ചു. ഞാൻ അതിന് ചെന്നില്ല എന്നുള്ളൊരു വാർത്തകൾ ദുഃഖകരമാണ്. കാരണം അത്തരത്തിലൊരു ക്ഷണം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കില്ല. കാരണം സ്പോർട്സ് എക്കോണമി
ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഏത് അവസരങ്ങളും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഞാൻ പറഞ്ഞു നോക്കിയാണ്. കാരണം സ്പോർട്സ് എക്കോണമി ഈ ഒരു സെക്ടറിൽ വരുന്നത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി നമ്മൾ സംസാരിച്ചു. കായിക പഠനവുമായി ബന്ധപ്പെട്ടുള്ള 5 കോഴ്സുകൾ ആരംഭിക്കുന്ന നടപടികൾ അവിടെ ആരംഭിച്ചു. ഇപ്പോൾ 3 കോഴ്സുകൾ പല കോളേജുകളിലും ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ പ്രൈമറി തലത്തിലേക്ക് കായികം പഠന വിഷയമാക്കാൻ പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുകയും ഇന്ന് കേരളത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങളിലും 5ാം ക്ലാസ് വരെ കായിക പാഠപുസ്തകം പഠിപ്പിച്ചു. അവിടെയാണ് ഓരോ പഞ്ചായത്തിലും 5 പരിശീലകരെ വെച്ചുകൊണ്ട് തന്നെ അതാത് വിദ്യാലയങ്ങളിൽ ആ പാഠപുസ്തകങ്ങളിലുള്ള പാഠഭാഗങ്ങളിലുള്ള ഏതെല്ലാം തരത്തിലുള്ള കായിക വിനോദങ്ങളാണ് അത് കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഉള്ള പുതിയ കോച്ചുമാരെ നിയമിക്കും. അതോടൊപ്പം എല്ലാ പഞ്ചായത്തുകൾക്കും ആവശ്യമായിട്ട് കായിക ഉപകരണങ്ങൾ ചെയ്യാൻ കൊടുക്കാനുള്ള നടപടികളായി നമ്മൾ 1-ാം വട്ടം 2 ജില്ലകളിൽ അത് സ്വീകരിച്ചു. അപ്പോൾ ഈ മേഖലയിൽ സമഗ്രമായിട്ടുള്ള മാറ്റം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പുതിയ ലോകത്ത് ഞാൻ മറ്റുള്ള കാര്യത്തിൽ കടക്കുന്നില്ല, മയക്കുന്നത് അതിലേക്കൊന്നും ഞാൻ പോകും. പക്ഷെ സ്പോർട്സ് എന്നുള്ളൊരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ലോകത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ 35 എന്നുള്ള ഒരു മിഷൻ നമ്മൾ കേരളത്തിൽ നമ്മൾ 31 വരെയുള്ള ഒരു മിഷൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിൽ എന്തായിരിക്കണം കേരളത്തിലെ കായിക രംഗം, എങ്ങനെയായിരിക്കണം അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ വിശദമായി തന്നെ നമ്മൾ ആ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. മലപ്പുറത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സെമിനാർ സംഘടിപ്പിക്കുകയും അതിലാണ് ആ വിഷൻ രേഖ നമ്മൾ തയ്യാറാക്കി. അപ്പോൾ 35 എന്നുള്ള ആ വിഷൻ കണ്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം എന്താണോ കായിക വകുപ്പ് വിഭാവന ചെയ്യുന്നത് ആ കണ്ടന്റ് മുഴുവൻ നിങ്ങളതിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ എന്നൊരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കായിക സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൽ വലിയ അഴിമതി നടന്നിരുന്നു. സ്വജനപക്ഷപാതം ഏറ്റവും നല്ല രീതിയിൽ നടന്നൊരു മേഖലയായിരുന്നു കായിക സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിൽ. കായിക താരങ്ങൾക്ക് ലഭ്യമാകേണ്ട ജോലികൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അതിന് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ജോലിക്ക് അത് ഉപയോഗിക്കുക. ഇത്തരത്തിൽ 4 സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പിടിക്കുന്നു. അത് ഏറ്റവും രസകരമായ കാര്യം, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു കായിക താരം എന്നുള്ള പേരിൽ അവിടെ ജോലി നേടിയില്ല ഒരാളെ നമ്മൾ കണ്ടത്, ഒരു പെൺകുട്ടിയെ. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം നടത്തിയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്ററിൽ പോലും അവരുടെ പേരില്ല. അതിൽ വോളിബോൾ ടീമിൽ താരമെന്നാണ് അതിൽ എഴുതിച്ചത്. ഞങ്ങൾ ആ റെക്കോർഡുകൾ ഒരു 10 വർഷത്തെ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അതിലൊന്നും ഒരു വോളിബോൾ തട്ടാൻ ആ കുട്ടി ഗ്രൗണ്ടിൽ പോയിട്ടില്ല. ആ കേസ് സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചപ്പോൾ ധാരാളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ കായിക സംഘടനകളുടെ പേരിൽ വിതരണം ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ പോലും ഇതിൻ്റെ പേരിൽ പഠനത്തിന് പോകും. അതോടൊപ്പം തന്നെ ഉന്നത പഠനത്തിനുള്ള പുതിയ സീറ്റുകൾ തരപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ പുതിയ ഡാറ്റാ ബാങ്ക് കേരളത്തിൽ ആരംഭിച്ചു. ഈ സർട്ടിഫിക്കേഷൻ കേരളത്തിലുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ കേരളത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റാ ബേസ് അവർ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അവരുടെ സെർവറിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഡാറ്റാ ബാങ്ക് അതിൽ ഉപയോഗിക്കാനുള്ള അനുമതിയും ലഭ്യമായിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ അസോസിയേഷനുകളും 8ാം ക്ലാസ്സിൽ സബ് ജൂനിയർ തലത്തിലേക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സബ് ജൂനിയർ കഴിഞ്ഞ് ജൂനിയർ തലത്തിലേക്ക് വരുന്ന കുട്ടികളുടെ ഡാറ്റ കായിക വകുപ്പിൻ്റെ കീഴിൽ കായിക ഡയറക്ടറേറ്റ് അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഭാവിയിൽ ഏത് പഠനങ്ങൾക്ക് ആ കുട്ടി പോയാലും അവരുടെ ജോലിക്കുള്ള ശ്രമമാണെങ്കിലും ഏത് രാജ്യത്ത് നിന്നും നമ്മുടെ കേരളത്തിലെ കായിക വകുപ്പിൻ്റെ സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുഴുവൻ ഡീറ്റെയിലുകൾ, ആ കുട്ടി നടത്തിയിട്ടുള്ള പരിശീലന പരിപാടികളായാലും അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് വിപുലമായ മാറ്റമാണ് ഇതിലൂടെ നമ്മൾ കായിക മേഖലയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യം ആയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഞാനത്
കായികവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായി തന്നെ പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കായിക ഭവൻ തുടങ്ങുക. അതിൻ്റെ ബേക്കറി ജംഗ്ഷനിൽ അതിൻ്റെ കെട്ടിട നിർമ്മാണം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അവിടെയാണ് കേരള സ്പോർട്സ് റിസർച്ച് ആൻഡ് പ്ലാനിംഗ് സെൻറ്റർ എന്ന് പറയുന്ന പുതിയ സ്ഥാപനം നമ്മൾ ആരംഭിക്കാൻ. ബഹുമാനപ്പെട്ട കായിക ഡയറക്ടറുടെ ഓഫീസ് കൂടി അതിലേക്ക് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇതിന് കേന്ദ്ര ധനകാര്യ ആസൂത്രണ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള സഹായം പ്ലാനിങ്ങിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്ലാനിംഗ് തുകയിൽ ഒരു നിശ്ചിത ശതമാനം മാറ്റിവെച്ചുകൊണ്ട് തന്നെ കേരള പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വെക്കുന്ന പുതിയ പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് വിഹിതം അനുവദിക്കാൻ ഇവ ധാരണയായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ കേരളത്തിലെ മറ്റുള്ള വകുപ്പുകൾ, ഇപ്പോൾ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കൃഷി ആയാലും ഇതേപോലെ എല്ലാ വകുപ്പുകളും തയ്യാറാക്കുന്ന പോലെ തന്നെ കായിക വകുപ്പ് തയ്യാറാക്കുന്ന അതിൻ്റെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഇത്തരത്തിൽ പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള പണം ഈ തദ്ദേശ വകുപ്പിൽ നിന്ന് കിട്ടുന്ന രീതിയിലേക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ആസൂത്രണ വകുപ്പ് എല്ലാം തന്നെ ബില്ലിംഗായി അതുകൂടി നടക്കുകയാണ്. അപ്പോൾ സമഗ്രമായിട്ടുള്ള കായിക രംഗത്തുള്ള മാറ്റം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏത് വിഷൻ 31 എന്നുള്ളത് ഇപ്പോൾ ഫുട്ബോൾ പോലെ തന്നെ എല്ലാ മേഖലയും ഒരേപോലെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറയുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം ഞാനിത് 35 എന്നുള്ള സ്ഥാനം ഇതായിരുന്നു നമ്മൾ വിഭാവനം ചെയ്ത ഒരു വിഷൻ. ഓരോ കളിയിലും ഓരോ ഇനങ്ങൾക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാൻ കായിക സംഘടനകളോട് നമ്മൾ ആവശ്യപ്പെട്ടു. പലപ്പോഴും ഈ കായിക സംഘടനകൾ പരസ്പരമുള്ള മത്സരമാണ്. കുട്ടികളെക്കാൾ മത്സരിക്കുന്നവർ പരസ്പരമായതുകൊണ്ട് തന്നെ നമുക്കതിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. ഇപ്പോൾ ഫുട്ബോളായാലും ക്രിക്കറ്റായാലും ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരുദ്ദേശിച്ച പോലെ പ്രൊഫഷണലായി തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് ഈ കേരള ഫുട്ബോൾ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു സൂപ്പർ കേരളയോടൊപ്പം തന്നെയുള്ള വിഷൻ 35. ഏറെ വർഷമായി ഏത് വേൾഡ് കപ്പിനൊക്കെ പോയാലും 3-4 വേൾഡ് കപ്പ് കണ്ട ഒരാളാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സങ്കടകരമായിട്ടുള്ള അവസാനം ഏതെങ്കിലും ഒരു ടീമിൻ്റെ ജേഴ്സി പിടിച്ചുകൊണ്ട് നമ്മുടെ കൊടിയിൽ ഇങ്ങനെ ഗാലറിൽ ഇരിക്കേണ്ട ഒരു ഗതികേട് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 2031 ആവും. കേരളത്തിൽ 2036 ഒളിമ്പിക് മത്സരങ്ങൾ വരാൻ പോകുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തി വരികയാണ്. കേരളത്തിൽ 2031 കഴിയുമ്പോഴേക്കും കേരളത്തിലുള്ള ഫുട്ബോൾ താരങ്ങൾ നയിക്കുന്ന ഒരു ഇന്ത്യൻ ടീം വേൾഡ് കപ്പിൽ പങ്കെടുക്കും എന്നുള്ള ആത്മാർത്ഥമായുള്ള വിശ്വാസം നമ്മളുണ്ട്. അതിലേക്കുള്ള വിരൽ ചൂണ്ടലായി 2035 വിഷൻ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എല്ലാ ഭാഗങ്ങളിലുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂപ്പർ കേരളയുടെ വിഷൻ 35 അത് ഉദ്ഘാടനം ചെയ്യായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.